പ്രോഗ്രാമിന് പോവാം കേട്ടോ. അപ്പോൾ ഓൾറെഡി സാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സാരി വരുമ്പോൾ. അപ്പോൾ നമുക്കിനി ബാക്കി മേക്കപ്പിലേക്ക് കിടക്കാം. മേക്കപ്പും ബേസ് ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നലാണ് കേട്ടോ, ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. നമ്മുടെ ഈ എക്സ്റ്റൻഷൻ തനിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഇങ്ങനെ ഒരു ചരട്ടിയിട്ട് കെട്ടും, പിന്നെ നമ്മുടെ ഹെയറും കൂടിയിട്ട് ഒന്നിച്ച് കെട്ടിയിട്ട് പിന്നീട് പിന്നലിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഹെയർ കളറും അതും വേണ്ടി ചില സമയം നല്ല വൃത്തിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പിന്നിലൊക്കെ ചെയ്തു. പിന്നെ കാശ് മാലയാണ്, അത് ഞാൻ പാലക്ക മാലയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നിട്ട് എടുത്തോളൂ കേട്ടോ. എല്ലാം കൂടിയിട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നി. ഞാൻ അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ടാണ് ഇടാറ്. പിന്നെ പൂവൊക്കെ വെച്ചു, പൊട്ടൊക്കെ വെച്ചു. ഇതൊക്കെ ഒന്ന് മാറ്റമുണ്ട്. കുപ്പിവള അതൊക്കെ ഇട്ടു. പിന്നെ ക്ഷേത്രത്തിലെത്തിയിട്ട് ഏകദേശം പേര് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൂക്കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടൊക്കെ മാറ്റി. അങ്ങനെ അവിടെ വേറെ പ്രോഗ്രാം നടപ്പുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഞങ്ങളുടെ അനിയത്തി കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ബാക്കി കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നേ ഉള്ളൂ. ഒരുക്കം, മുടിപിന്നൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കുന്നതൊക്കെ അവിടെയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ എല്ലാവരുടെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ പിന്നെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് പ്രോഗ്രാംസൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ എൻ്റെ നല്ല ക്ഷീണിച്ചു കേട്ടോ. നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം അഴിച്ചു മാറ്റി. എന്തൊരാശ്വാസം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഭാഗം ഞങ്ങൾക്ക് ഒരു ആദരവൊക്കെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ